സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ പുതിയ പ്രഭാത ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഒരു ബാലൻ യഥാർത്ഥ സുഹൃത്തിനെ തേടി പുറപ്പെട്ട ഒരു കഥയുണ്ട്. സുഹൃത്തിനെ തേടി യാത്ര ആരംഭിച്ച ബാലൻ ഒരു സായാഹ്നത്തിൽ സുന്ദരമായ ഒരു താഴ്വരയിൽ എത്തിച്ചേർന്നു. അടുത്ത് കണ്ട ഒരു നദിയിൽ നിന്ന് അല്പം വെള്ളം കുടിച്ച ശേഷം അവൻ നദീതീരത്ത് ഒരു മരച്ചുവട്ടിലിരുന്ന് വിശ്രമിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അവൻ ഒരു പാട്ടുപാടി. തന്നെ അനുകരിച്ച് ആരോ പാടുന്നത് അവൻ ഉടനടി കേട്ടു. താൻ അന്വേഷിച്ച യഥാർത്ഥ സുഹൃത്തായിരിക്കും അതെന്ന് കരുതി അവൻ വിളിച്ചു, സ്നേഹിത. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെയും ആരോ സ്നേഹിത എന്ന് വിളിക്കുന്നതായി അവന് തോന്നി. ബാലന് സന്തോഷമായി. അവൻ തൻ്റെ സുഹൃത്തിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചു. നിന്റെ പേരെന്താ? സുഹൃത്ത് ചോദ്യം ആവർത്തിച്ചു. ഉടനടി ബാലന് ദേഷ്യമുണ്ടായി. അവൻ സുഹൃത്തിനോട് പറഞ്ഞു, നീ ഒരു ചീത്ത കൂട്ടുകാരനാണ്. ഇതായിരുന്നു പ്രത്യുത്തരം. നിരാശനായ അവൻ വീട്ടിലേക്ക് മടങ്ങി. പിതാവിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് പ്രതിധ്വനിയാണെന്ന് പിതാവിന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, നീ തിരികെ ചെന്ന് പറയുക, സുഹൃത്തേ, നീയൊരു നല്ല കൂട്ടുകാരനാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവൻ നദിയുടെ കരയിലേക്ക് വീണ്ടും പോയി അച്ഛൻ പറഞ്ഞതുപോലെ പറഞ്ഞു. ഉടനെ അവൻ്റെ സുഹൃത്തും പറഞ്ഞു, സുഹൃത്തേ, നീയൊരു നല്ല കൂട്ടുകാരനാകുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അതോടെ ബാലന് വലിയ സന്തോഷമായി. നാം ലോകത്തെ സ്നേഹിച്ചാൽ ലോകം നമ്മയും സ്നേഹിക്കും. നാം വെറുത്താൽ ലോകം നമ്മയും വെറുക്കും. കൊടുക്കുന്നതേ നമുക്ക് കിട്ടൂ. വിദ്വേഷവും വൈരാഗ്യവും മറ്റും അന്യർക്ക് കൊടുത്തിട്ട് അവരിൽ നിന്ന് ഒരിക്കലും സ്നേഹവും സൗഹൃദവും വാങ്ങാനാവില്ല. അന്യരിൽ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ സാധിക്കും. അവയെ നാം പർവ്വതീകരിക്കരുത്. തെറ്റുകുറ്റങ്ങളെക്കാൾ അധികമായി അവരിൽ നന്മ കണ്ടെത്താൻ സാധിക്കണം. ആ നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും നാം ചെയ്യണം. അപ്പോൾ അവരിലെ തിന്മകൾ ഇല്ലാതായിക്കൊള്ളും. ഒരിക്കലൊരു കോടീശ്വരൻ തൻ്റെ വ്യവസായശാലയിൽ മാനേജരായി ഒരാളെ തിരഞ്ഞെടുക്കാൻ നിശ്ചയിച്ചു. ഈ വിവരം പരസ്യം ചെയ്തതനുസരിച്ച് ധാരാളം യുവാക്കൾ മാനേജർ സ്ഥാനം ആഗ്രഹിച്ചു വന്നെത്തി. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പരീക്ഷ ജയിക്കാനുണ്ടായിരുന്നു. ഒരു വെള്ള പേപ്പർ അദ്ദേഹം അവരെ കാണിച്ചു. അതിൽ ഒരു കറുത്ത പൊട്ടും ഉണ്ടായിരുന്നു. കോടീശ്വരൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് കാണുന്നുവെന്ന് 1-2 വാചകത്തിൽ എഴുതുക. എല്ലാവരും തന്നെ അതിന് ഉത്തരമെഴുതിയത് ഇങ്ങനെയാണ്: കറുത്ത പൊട്ടുള്ള ഒരു വെള്ളക്കടലാസ്. എന്നാൽ ഒരു യുവാവ് മാത്രം ഇങ്ങനെ എഴുതി: മനോഹരമായ വെള്ള ഷീറ്റിൽ ഒരു ചെറിയ കറുത്ത പൊട്ട്. ഈ പൊട്ട് നിഷ്പ്രയാസം നീക്കാവുന്നതാണ്. ഈ യുവാവിനെയാണ് വ്യവസായ ഉടമ മാനേജരായി നിയമിച്ചത്. നിസ്സാരമായ തെറ്റുകൾ കാര്യമായി കരുതാതെ നന്മയെ കാണാനും വിലമതിക്കാനും തയ്യാറുള്ളവരാണ് യഥാർത്ഥ മനുഷ്യർ. ഇത്തരക്കാരെ ആരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. നന്മയെ കണ്ടെത്താനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും സാധിക്കണം. എല്ലാവരെയും അവരുടെ തെറ്റുകുറ്റങ്ങൾ മറന്നുകൊണ്ട് സ്നേഹവലയത്തിൽ ഒന്നിപ്പിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ നമുക്കും അവർക്കും സന്തോഷമുണ്ടാവും. സ്നേഹം നിറഞ്ഞ ഒരു വാക്കിന് അത്ഭുതാവഹമായ സൽഫലങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. പ്രശസ്ത റഷ്യൻ സാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയ് ഒരു സായാഹ്നത്തിൽ തെരുവീതിയിലൂടെ നടക്കുകയായിരുന്നു. ഒരു യാചകൻ അദ്ദേഹത്തെ കണ്ട് ഭിക്ഷ ചോദിച്ചു. സാർ, വല്ലാതെ വിശക്കുന്നു, എന്തെങ്കിലും തരണം. ടോൾസ്റ്റോയ്ക്ക് ആ യാചകനോട് അനുകമ്പ തോന്നി. എന്നാൽ അയാൾക്ക് കൊടുക്കാൻ ടോൾസ്റ്റോയുടെ കയ്യിൽ പണമില്ലായിരുന്നു. പേഴ്സ് അദ്ദേഹം എടുത്തിരുന്നില്ല. ടോൾസ്റ്റോയ് അയാളോട് സ്നേഹത്തോടെ പറഞ്ഞു, സ്നേഹിത, ഇപ്പോൾ എൻ്റെ കയ്യിൽ പണമില്ല, ഇനി കാണുമ്പോൾ തരാം. പെട്ടെന്ന് അയാളുടെ മുഖത്ത് വലിയ സന്തോഷമുണ്ടായി. അയാൾ പറഞ്ഞു, സാർ, പണം തന്നില്ലെങ്കിലും എനിക്ക് വിഷമമില്ല. അങ്ങയുടെ സ്നേഹസ്മരണമായ വാക്കുകൾ പണത്തേക്കാൾ എനിക്ക് വിലയേറിയതാണ്. എല്ലാവരും എന്നെ തെണ്ടി എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കും. അങ്ങാണ് എന്നെ ആദ്യമായി സ്നേഹിത എന്ന് വിളിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൾ വഴിയും പ്രവൃത്തികൾ വഴിയും നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് സാധിക്കണം. സ്നേഹത്തിൽ നമുക്ക് ഒന്നാകാം. ഇപ്രകാരം കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മുടെ സഹോദരങ്ങളെയും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ മറ്റ് ജീവജാലങ്ങളെയും സ്നേഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സഹായിക്കട്ടെ. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം 21-ാം വാക്യം: കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു, എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ ആയുസ്സും ആരോഗ്യവും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവരിലെ നന്മകൾ കണ്ടെത്തുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ കേട്ടതായ വചനം പോലെ ഞങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ, മറ്റുള്ളവരുടെ നന്മയെ കരുതുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ.